السلام عليكم ورحمة الله تعالى وبركاته. بسم الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, ഇത് നിർണയിക്കുന്ന വിധികർത്താക്കൾ, സ്നേഹം നിറഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ ഇന്നിവിടെ മരണത്തെക്കുറിച്ച് അല്പം സംസാരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. ഞാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ സംഭവമാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണാൽ അവന് തീർച്ചയായും മരണമുണ്ടാകും. അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. തീർച്ചയായും ഒരു മനുഷ്യന്, തീർച്ചയായും ഏത് മനുഷ്യനും മരണത്തെ രുചിച്ചു നോക്കും. ആരെങ്കിലും അസ്രായീൽ അലൈഹിസ്സലാമിന്റെ മരണം എന്ന വാഹനത്തിൽ കയറിയാൽ പിന്നെ അവന് ഒരിക്കലും അതിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കൂല. ഇപ്പോൾ ഒരു മനുഷ്യൻ ലിമിറ്റഡ് സ്റ്റോപ്പായ ബസ്സിൽ കയറിയാൽ അവൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറിയാൽ അതിന്റെ സ്റ്റേഷനിൽ പോയി ഇറങ്ങാൻ സാധിക്കും. പക്ഷേ അസ്രായീൽ അലൈഹിസ്സലാമിന്റെ മരണമെന്ന വാഹനത്തിൽ കയറിയാൽ പിന്നെ അവൻ ഒരിക്കലും ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കൂല. അവൻ എത്ര കരങ്ങിട്ടും കാര്യമില്ല, എത്ര കാല് പിടിച്ചിട്ടും കാര്യമില്ല, എത്ര ബഹളം വെച്ചിട്ടും കാര്യമില്ല, എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ പദവിയിലാണെന്ന് പറഞ്ഞാലും കാര്യമില്ല, അമേരിക്കയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാൻ എന്ന് പറഞ്ഞാലും കാര്യമില്ല. അസ്രായീൽ അലൈഹിസ്സലാമിന്റെ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കൂല. പിന്നെ എന്താണ് അവന് ചെയ്യേണ്ടത്? അവന് ജീവിതകാലത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളുണ്ടോ? എന്നാൽ അവന് ഖബറിൽ ചെന്നാൽ അവിടെ അവന് രക്ഷപ്പെടാൻ സാധിക്കും. ഇപ്പോൾ നീ മരിച്ചതിന് ശേഷം നിന്നെ ഖബറിൽ കൊണ്ടുപോയി കിടത്തി നിന്റെ ബന്ധുക്കളും നിന്റെ കൂട്ടുകാരും എല്ലാവരും അവിടെ നിന്ന് പോയതിന് ശേഷം അവിടെ രണ്ട് മലക്കുകൾ വരും. നിന്നോട് ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിനൊക്കെ നിനക്ക് ഉത്തരം പറഞ്ഞാൽ സാധിച്ചില്ലെങ്കിൽ അവിടെ അന്ധനായ ഒരു മലക്ക് വന്ന് നിന്നെ അടിക്കും. അപ്പോൾ നീ ഏഴടി ചായച്ചയിലേക്ക് താണു പോകും. അങ്ങനെ ആ കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതിനുശേഷം ആ ഖബറിൽ ഭയാനകമായ ശിക്ഷകൾ അവൻ അനുഭവിക്കപ്പെടും. ചിതളും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ പോങ്ങളം മിഥുലമായ മുഖങ്ങളാൽ നീ ഖബറിലേക്ക് ചെന്നാൽ അവിടെ നിന്നെ ചിതൽ അയച്ചു കറിയും. നിന്നെ ചിതലുകളും പുഴുക്കളും കൂടി കഴിക്കും. നീ എത്ര സുന്ദരമായി സൂക്ഷിച്ചു കൊണ്ടുവച്ചിരുന്ന നിന്റെ മുഖങ്ങൾ, നിന്റെ ശരീരത്തെ ആ ചിതലും പുഴുക്കളും കഴിക്കും. നീ ഇപ്പോൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങാൻ വേണ്ടി നീ എത്ര തവണയാണ് നിന്റെ കണ്ണാടി നോക്കുന്നത്? ഒരു മരണ വീട്ടിൽ പോകണമെങ്കിൽ എത്ര തവണയാണ് നീ മുഖത്തേക്ക് മേക്കപ്പുകൾ വാരി തേൽക്കുന്നത്? എത്ര തവണയാണ് കണ്ണുകൾ എഴുതുന്നത്? എത്ര അത്തറുകളാണ് നീ തേൽക്കുന്നത്? പക്ഷേ നീ ആ മരണ വീട്ടിൽ പോയി ആ മയ്യത്തിനെ നോക്കിയില്ലെങ്കിൽ ചിതലും പുഴുക്കളും താവളം തെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും സജ്ജനങ്ങളിൽ മരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.